ഞങ്ങളൊരു നിശബ്ദവും പാലിക്കുന്നില്ല. വളരെ ശബ്ദമാനമായി തന്നെ സുരേന്ദ്രൻ പറഞ്ഞതെന്താ, ഞാൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാക്കും. അദ്ദേഹം ജയിക്കാനും പോകുന്നില്ല, സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാക്കാനും പോകുന്നില്ല. ഇതൊക്കെ എന്തിനാണ്? സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാക്കാൻ സർക്കാരിന് ആലോചനയുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. ഇത് ഇയാള് സർക്കാരിന്റെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാലല്ലേ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ പ്രതിപക്ഷം പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ പത്തനംതിട്ട മണ്ഡലത്തില് ആന്റണി എന്ത് വികസന പ്രവർത്തനം നടപ്പാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് എന്താണ് പറയാൻ? ആന്റണി ഈ നിയോജക മണ്ഡലത്തിലെ വികസനത്തിന് അദ്ദേഹത്തിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. പക്ഷേ ഈ 10 കൊല്ലം 5 കൊല്ലം UPA ഗവൺമെന്റ് ആയിരുന്നു. ആ കാലത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ അദ്ദേഹം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. ഈ കഴിഞ്ഞ 10 കൊല്ലം മോദി ഗവൺമെന്റ് കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളെയും വികസനത്തെ രാഷ്ട്രീയമായി അവർ ഏകപക്ഷീയമായിട്ടാണ് കേരളത്തോട് മൊത്തത്തിൽ കാണിച്ച അവഗണനയും ഈ പാർലമെന്റ് അംഗങ്ങളോട് അവർ കാണിച്ച കടുത്ത അവഗണന ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ആന്റണി എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ഇപ്പൊ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പോലെ ഈ ആന്റണി വാഗ്ദാനമൊന്നും നൽകിയില്ല. അദ്ദേഹം വന്ന ഉടനെ പറഞ്ഞു 3 മാസത്തിനകം 50,000 പേർക്ക് ജോലി കൊടുക്കും. ഇല്ലേ? ഈ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റി ഞാൻ ആലോചിക്കരുത്. കേരളത്തിന്റെ സമ്പദ്ഘടന തകർത്ത് അതെ കേരളത്തെ പാപ്പരാക്കിയ ഒരു ധനകാര്യമന്ത്രി, സമ്പദ്ഘടനയുടെ നട്ടലൊടിച്ചത് അദ്ദേഹം. പിണറായി വിജയന്റെ 2ാം മന്ത്രിസഭയിലെ ബാലഗോപാൽ അതിന്റെ കഴുത്ത് ധരിച്ചു കൊന്നു. അദ്ദേഹം ഈ കേരളത്തിന്റെ മുഖച്ഛായ വികൃതമാക്കിയ ആൾ ഇതാ ഇപ്പോ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്നു. ഇതൊക്കെ കണ്ട് വോട്ടർമാര് ചിരിക്കുവോ കരയുവോ എന്ന് എനിക്കറിഞ്ഞൂടാ. അത് പോവും. കാരണം BJP ഇവരെല്ലാം വലവിരിക്കെടുക്കുക, ED കൊണ്ട് അന്വേഷണം നടത്തി ജയിലിലടയ്ക്കുന്നു, പ്രലോഭിപ്പിച്ച് BJP ഇവരെല്ലാം അടർത്തിയെടുക്കുന്നു. ഗോവയിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ജയിച്ചു വന്ന കോൺഗ്രസ് MLAമാരെ പണം കൊടുത്ത് സ്വാധീനിച്ച് ചാക്കിട്ട് പിടിച്ച് ജനവിധി അട്ടിമറിച്ചില്ലേ? നരേന്ദ്രമോദിയും BJPയും അമിത്ഷായും കഴിഞ്ഞ 10 വർഷം എല്ലാ പാർട്ടികളിലുമുള്ള ആളുകളെ അടർത്തിയെടുത്ത് അവരെ ചാക്കിട്ട് പിടിച്ച് കാലുമാറ്റി പണം കൊടുത്ത് അല്ലെങ്കിൽ ED ഉപയോഗിച്ച് പ്രതികാര നടപടി നടത്തി അവരെല്ലാം BJPയിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ അത് വ്യാപകമായി ചെയ്യുന്ന എന്താ? ഇവരെല്ലാം വന്നില്ലെങ്കിൽ BJPക്ക് പല സംസ്ഥാനങ്ങളിലും ജയിക്കാൻ കഴിയില്ല. അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരാളെ 2 സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിനെ തെരഞ്ഞെടുപ്പ് കാലത്ത് പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത് എന്തിനാ? അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ ഇറങ്ങിയാൽ മോഡിക്ക് വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് പിടിച്ചവിടെ ഇട്ടു. ഞങ്ങളുടെ ഫണ്ട് ഫ്രീസ് ചെയ്തു. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾ പ്രവർത്തിക്കരുത്. ഒരു പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടയ്ക്കുക, നേതാക്കളുടെ പേരിൽ ഈ ED കള്ളക്കേസ് ഉണ്ടാക്കുക, എന്നിട്ട് ജയിക്കാനാണ് നോക്കുന്നത്. എന്നിട്ടും ഇവരെല്ലാം അടർത്തിയെടുത്തിട്ടും ഈ 200 സീറ്റിന് താഴെയാണെങ്കിൽ മോഡി ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരും. സർവേ ഏതാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. അല്ല ഞാൻ വോട്ട് ചെയ്തത് കൽക്കട്ട റാലിയിൽ മമതാ ബാനർജി നടത്തിയ പ്രസംഗത്തിൽ അവർ പറഞ്ഞു, ഞാൻ ഒരു മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഞാൻ വോട്ട് ചെയ്തത്. അപ്പൊ നിങ്ങള് ഈ ഏത് RSS പോലുള്ള ഒരു സംഘടന നടത്തുന്ന സർവേ നിങ്ങള് എത്ര അതെ അവര് പറഞ്ഞതെന്താ? RSSകാര് നടത്തിയ അന്വേഷണത്തിൽ 200 സീറ്റിനപ്പുറം കിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു എന്നാ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ നരേന്ദ്രമോദിയുടെ പ്രതീക്ഷ മുഴുവനും EVMലും EDയിലുമാണ്. ഇത് രണ്ടും സഹായിച്ചില്ലെങ്കിൽ 155 സീറ്റിനപ്പുറം കിട്ടുമോ എന്ന് അതേ ദിവസം രാംലീല മൈതാനത്ത് നടന്ന റാലിയിൽ രാഹുൽ ഗാന്ധി ചോദിച്ചു. ആണ് EVMൽ കൃത്രിമമുണ്ടെന്നുള്ളത് നേരത്തെ അത് എത്ര പെറ്റീഷനുകൾ കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളഞ്ഞു, സുപ്രീം കോടതി തള്ളി. അതല്ല, കഴിഞ്ഞ 2 തവണ BJP സർക്കാർ അധികാരത്തിൽ വന്നതിനെ കുറിച്ചാണ് പറയുന്നത്.
അതിനു മുമ്പ് ഇവരല്ലല്ലോ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് ഈ ഇലക്ഷൻ കമ്മീഷൻ അല്ല തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതിനു മുമ്പ് ഗവൺമെന്റ് ഇവരുടേതല്ല. ഞാൻ പറയുന്നത് അതല്ലാതെ പിന്നെ EVM-ൽ കൃത്രിമം കാണിക്കാതെ BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലല്ലാതെ മറ്റ് പാർട്ടികൾക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് EVM കൊണ്ടുവയ്ക്കാനുള്ള ധൈര്യം ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുമോ? അല്ല, കർണാടകയിലൊന്നും EVM വയ്ക്കാൻ ധൈര്യമില്ല. ആ ധൈര്യമില്ലാത്തതുകൊണ്ട് തന്നെ, കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത് അതാത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർ. അതെ, EVM-ൽ കൃത്രിമമുണ്ടെന്ന് കപിൽ സിബിന് അദ്ദേഹം കേസ് കൊടുത്തു, അദ്ദേഹം ശക്തിയായി വാദിച്ചു. ഇലക്ഷൻ കമ്മീഷൻ സർക്കാരിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്? ഈ ഇലക്ഷൻ കമ്മീഷന്റെ സ്വതന്ത്ര സ്വഭാവം അവർ നഷ്ടപ്പെടുത്തിയില്ലേ? ജുഡീഷ്യറിയെ പോലും കയ്യിലടക്കിയല്ലേ? പക്ഷെ ചീഫ് ജസ്റ്റിസ് ഒഴിച്ചും എല്ലാവരും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരല്ലേ? ഇതെല്ലാം പിന്നെ എന്താണ് പരസ്യമായ രഹസ്യങ്ങളാണ്. ഏതാ എന്തിന് ജാമ്യം എടുക്കണം? രാഹുൽ ഗാന്ധി പറഞ്ഞതെന്താ? EVM-ഉം ED-യിലുമാണ് നരേന്ദ്രമോദിയുടെ 370-ന്റെ പ്രതീക്ഷ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, തെളിയിക്കാൻ എന്താ? ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ ഒറ്റക്കെട്ടായി വാദിച്ചു. ഇപ്പോഴും പോയി എന്താണ് ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ പത്രം വായിക്കുന്നവരെ VVPAT നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. അത് എല്ലാ പോളിംഗ് ബൂത്തിലും അത് അംഗീകരിച്ചില്ല. ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളഞ്ഞു. എത്ര തവണ കോടതിയിൽ പോയി, ഇപ്പോഴും കോടതി കിടക്കാം. ഞാൻ പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു കൃത്രിമം ഉണ്ടായാൽ അത് തിരുത്താൻ പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനോടാണ്. ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെന്റിന് കൂട്ടുനിന്നാൽ നീതി ലഭിക്കാൻ സുപ്രീം കോടതിയാണ് സമീപിക്കേണ്ടത്. ഇവിടെ ഒരിടത്തും ഈ ന്യായം ഉന്നയിക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറില്ല. എല്ലാം തള്ളിക്കളയാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ജനങ്ങളോട് പറയുകയല്ലാതെ വേറെ എന്താ നമ്മുടെ മുമ്പിലുള്ള മാർഗം? അതാ ആണല്ലോ കപിൽ സിബിൽ ഒരിക്കൽ കൊടുത്ത കേസ് പറഞ്ഞത് എന്താണെന്നറിയാം? ഇതിനൊക്കെ ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്തെല്ലാം കൃത്രിമങ്ങൾ നടത്താനുള്ള സ്കോപ്പുണ്ട്? ഡിജിറ്റൽ സാം പിട്രോഡ കമ്മ്യൂണിക്കേഷൻ റവല്യൂഷൻ നടത്തിയ ആളാ. അദ്ദേഹം അമേരിക്കയിലിരുന്ന് പറഞ്ഞു, എനിക്ക് നല്ല വ്യക്തമായ ഉറപ്പുള്ള, അദ്ദേഹം തെളിവും പറഞ്ഞു, ഈ EVM-ൽ കൃത്രിമം നടത്തിയതിനെ കുറിച്ച്. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം പറഞ്ഞു ആരംഗീകരിക്കാൻ, ഇത് കേൾക്കാൻ പോലും തയ്യാറല്ല. പ്രധാനമന്ത്രി തയ്യാറല്ല, ആഭ്യന്തരമന്ത്രി തയ്യാറല്ല, ഇലക്ഷൻ കമ്മീഷൻ തയ്യാറല്ല, സുപ്രീം കോടതി തയ്യാറല്ല. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി പരാജയപ്പെടുമെന്നാ ഞാൻ അല്ല BJP പരാജയപ്പെടുമെന്നാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് നിങ്ങളൊരു വാക്കി കയറി പിടിക്കുകയൊന്നും വേണ്ട. സാധാരണ സംസാരിക്കുമ്പോ അല്ല അല്ല അതിജീവിക്കും. നോക്കിക്കോ, അത് ജനങ്ങൾ അല്ല അല്ലല്ല കേരളത്തിലൊന്നും EVM കൊണ്ടുവയ്ക്കാനുള്ള ധൈര്യം ഇവർക്ക് ആർക്കുമില്ല. ദേശീയ തലത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ, BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ, ഭരണ കുത്തകയുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട, BJPക്ക് ഭൂരിപക്ഷം കിട്ടും. ലോജിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും ഇന്ത്യ സഖ്യത്തിന്. അതല്ല, ജനങ്ങൾ അതുപോലെ കോൺഷ്യസ് ആയിട്ട് വോട്ട് ചെയ്യും. ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അതാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അവരുടെ വിജയപ്രതീക്ഷ EVM-ലും ED-യിലുമാണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അത് നിങ്ങളോട് അതെ, ഞങ്ങൾ ജയിക്കും. ജനങ്ങളിൽ വിശ്വാസമുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അതല്ല, അതാണ് ജനങ്ങളെ ഞങ്ങൾ അവരെ കോൺഷ്യസ് ആക്കാനാണ് ഇത് പറയുന്നത്. അതിനാണല്ലോ VVPAT വേണമെന്ന് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന ചോദിക്കട്ടെ, വോട്ട് ഇതിൽ കിട്ടിയെന്ന് തെളിയിക്കുന്നതാണ് VVPAT. എന്തുകൊണ്ട് VVPAT അനുവദിക്കുന്നില്ല? എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? അല്ല, അത്
ബിജെപിയുടെ പ്രതീക്ഷ രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മൾ നിൽക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ അല്ല, എന്തുകൊണ്ടാണ് VVPAT അംഗീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു? ഇലക്ഷൻ കമ്മീഷൻ ഒരു വലിയ വെല്ലുവിളി തന്നെ നടത്തിയിരുന്നല്ലോ, ഇതിനെ ഹാക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു. അതെ, ആരും വന്നില്ലല്ലോ. അല്ല, ഇതൊക്കെ എല്ലാരും പോയി, എല്ലാരും ചർച്ച ചെയ്തു. ഇലക്ഷൻ കമ്മീഷനിൽ എത്ര തവണ പോയി? കോടതിയിൽ പോയില്ലേ? നമ്മളെങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവന്നില്ല? അത് കൊണ്ടുവന്നല്ലോ, കൊണ്ടുവന്നു. ടെക്നോക്രാറ്റുകൾ കൊണ്ടുവന്നു, കോടതിയിൽ കൊണ്ടുപോയി. ചെയ്ത് കാണിക്കൂല, അല്ല, ഹാക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതൊക്കെ എല്ലാം ചെയ്ത് പരാജയപ്പെട്ടു. നിങ്ങളുടെ വാദത്തിന് വേണ്ടി എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതല്ല, ഇന്ത്യ സഖ്യം ഒന്നടങ്കം ഈ ഇലക്ട്രോണിക് മിഷനിലെ കൃത്രിമത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തെളിയിക്കാൻ എങ്ങനെയാ തെളിയിക്കാൻ പറ്റുന്നത്? ആണല്ലേ, അത് കോടതിയുടെ മുമ്പിലല്ലേ തെളിയിക്കാൻ പറ്റൂ? അല്ലല്ല, അത് തെളിയിക്കാൻ കൊണ്ടുപോയ തെളിവുകളെല്ലാം നിങ്ങൾ വെറുതെ ചരിത്രം ഒന്ന് മനസ്സിലാക്കാതെ പറയുന്നത്.